എല്ലാവർക്കും നമസ്കാരം. ഒക്കറോഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ യൂട്യൂബിലേക്ക് വേണ്ടി ചെയ്യുന്നത്. ഇന്ന് എൻ്റെ ജീവിതത്തിലെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വരികയാണ്. അവരെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ടാമ്പയിൽ നിന്ന് ഞാൻ ഷിക്കാഗോ പോവാണ്. എയർപോർട്ടിന് മുന്നിലാണ്. ബാസി ആണ് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നിട്ടുള്ളത്. എൻ്റെ ഫേവറേറ്റുള്ള ആൾക്കാർ, അത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോൻ്റെ ഭാഗമായിട്ട് പറയാം. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വന്നു. ഞങ്ങളുടെ ടാമ്പ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിൽക്കുകയാണ്. നേരെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാ അപ്ഡേറ്റ്സുകളും പിന്നീട് പറയാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെക്കിനും പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഗേറ്റിൽ വന്നിരിക്കുകയാണ്. നല്ല ക്യാബേജ് ഉപ്പേരിയും ബീഫും ചോറൊക്കെ വീട്ടിലുണ്ടായിട്ട് അത് കഴിക്കാതെ തിരക്ക് പിടിച്ച് എയർപോർട്ടിൽ വന്നിട്ട് ഒരു ബർഗർ വിശന്നപ്പോൾ കഴിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അലിസ ബേബിയും ഫിലിമോളും അമേരിക്കയിലേക്ക് വരികയാണ്. അവർ ഇന്ന് രാവിലെ ഷിക്കാഗോയിലാണ് വരുന്നത്. അപ്പോൾ അവർക്കറിയില്ല ഞാൻ ഷിക്കാഗോയിൽ പോകുന്ന കാര്യം. എൻ്റെ ഫ്ലൈറ്റ് 7:38 ലാൻഡ് ചെയ്യും ഷിക്കാഗോയിൽ. അവരുടെ ഫ്ലൈറ്റ് 8:50 ലാൻഡ് ചെയ്യും. അപ്പോൾ ഇനി ഞാനിവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് ഷിക്കാഗോ ചെന്നിട്ട് ഫിലിമോളെയും അലിസ ബേബീനെയും റിസീവ് ചെയ്യാൻ വേണ്ടി പോവാണ്. 1-2 ദിവസം ഷിക്കാഗോയിലാണ്. അത് കഴിഞ്ഞിട്ട് വേണം അവരെല്ലാം കൊണ്ട് ഫ്ലോറിഡയ്ക്ക് വരാൻ. അപ്പോൾ നേരെ ഈ ബർഗർ കുത്തിക്കയറ്റിന് ശേഷം നേരെ ബോർഡിങ് ചെയ്ത് നേരെ ഷിക്കാഗോയിലേക്ക്, അതിൻ്റെ ബാക്കി കാഴ്ചകൾക്ക് നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ വെൽക്കം ടു ഷിക്കാഗോ. ഞാൻ ഷിക്കാഗോ വന്നിട്ടിരിക്കുകയാണ്. അലിസ ബേബിയും ഫിലിമോളും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. എത്തിയാത് എയർലൈൻസോട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഷിക്കാഗോൻ്റെ ടെർമിനൽ 5 ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ കാണാതിരിക്കാൻ വേണ്ടി നൈസായിട്ട് ഒരു തൂണിൻ്റെ മറവിലാണ് വന്ന് നിൽക്കണം കേട്ടോ. അങ്ങനെ ഒരു സൈഡിൽ വന്നിരിക്കുകയാണ്. അവരവിടെ നിന്ന് വന്ന് ഇനി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരണം. എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട്. യെസ്, അപ്പോൾ നമ്മളിവിടെ വെയിറ്റിംഗ്. അവരൊന്നില്ലെങ്കിൽ ഈ സൈഡോടെ വരും, അല്ലെങ്കിൽ ഈ സൈഡോടെ വരും. 2 സൈഡ് വന്നാലും ഈ ഒരു മറയിൽ നിന്ന് കഴിഞ്ഞാൽ എന്നെ പെട്ടെന്ന് കാണില്ല എന്നാണ് ഞാൻ വിചാരിക്കണേ. നോക്കാം. നമ്മൾ ബൊക്കയും പിടിച്ച് നിർത്തുകയാണ് കേട്ടോ. ബൊക്കയും പിടിച്ച് ഇതുവരെ വൈഫൈ ചെയ്ത് കണക്ട് ചെയ്തിട്ടില്ല. സീനാണ്. അവരെത്തിയിട്ടുണ്ട്. ഒരു നെക്സ്റ്റ് ബേബി, അലിസ ബേബിയുടെ ഉടുപ്പൊക്കെ ഭയങ്കര മെസ്സായതുകൊണ്ട് ബാത്റൂമിൽ പോയിട്ടുണ്ട്. ഞാനൊരു തോടിൻ്റെ മറവിൽ നിൽക്കുന്നുണ്ട്. ഇതുവരെ അവർ കണ്ടിട്ടില്ല. നേരെ അവർ വന്നതിന് ശേഷം നമുക്ക് നേരെ ഇതും പിടിച്ച് ചെല്ലാം. അതല്ല, ഇതെന്താ പറയുമോ, നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ ആൾക്ക് ഭയങ്കര അവസാനം എന്താ വെച്ചാൽ ഷിക്കാഗോന്ന് ഫ്ലോറിഡയ്ക്ക് എങ്ങനെ വരുമെന്ന് ടെൻഷൻ അടിച്ചിട്ട് ആളിരിക്കണേ. അപ്പോൾ ഒറ്റയ്ക്ക് വരുന്ന ആളെന്ന് അവിടുന്ന് ഒറ്റയ്ക്ക് വരട്ടെ, ഇവിടുന്ന് ഇത്ര ദൂരമുള്ളൂ എന്ന് വിചാരിച്ചാൽ വേണ്ടാട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇത് പണി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പരിപാടി മെനക്കെട്ട് ഇവിടെ നിൽക്കുന്നത്. 7:30 വന്ന് നിൽക്കുന്നത് നമ്മളിവിടെ. ഇനി എന്തെല്ലാം എത്തിയിട്ടുണ്ട്. അലിസ ബേബിക്ക് ഒരു ടോയും അലിസ ബേബിയുടെ മമ്മിക്ക് ബൊക്കയും, 2 പേർക്കും ഐറ്റങ്ങൾ വെച്ചിട്ടാണ് നിൽക്കുന്നത്. അവർ എത്തിയെന്ന് തോന്നുന്നുണ്ട് അവിടെ. ഞാൻ ഇതൊന്ന് പേ ചെയ്തിട്ടോ. 14 right? Yeah, okay.
ഫോണായിരിക്കും. അല്ല, ഇവർ ഫുൾ ടൈം വീഡിയോ ആണല്ലോ, പിന്നെ കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് വേണം. അങ്ങനെ ഞങ്ങൾ അലിഷ ബേബി അമേരിക്കയിൽ വന്നിട്ടുണ്ട്. അലിഷ ബേബി എവിടെ നിന്നിട്ടില്ല? അലിഷ ബേബി അമേരിക്കയിൽ വന്നിട്ടുണ്ട്. ഹലോ, അമേരിക്ക വന്നിട്ട് ആദ്യത്തെ എക്സ്പീരിയൻസ് എന്തിട്ടാണ്? തണുത്ത് കുറച്ച് നിൽക്കുകയാണോ? എല്ലായിടത്തും തണുപ്പാണോ? ലുലുവിന് ഇവിടുത്തെ തണുപ്പൊന്നും പറ്റുന്നില്ല കേട്ടോ. അകത്തും പുറത്തും ഷിക്കാഗോയിൽ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലുലുവിന് തണുപ്പ് പറ്റുന്നില്ല. സെറ്റാവും. സിറ്റും സാ ഒക്കെ സെറ്റാവും. അലിഷു അമേരിക്ക വന്നിട്ട് ആദ്യമായിട്ട് വാൾമാർട്ടിൽ വന്ന് നിൽക്കുക. വാൾമാർട്ടിൽ വന്ന് നിൽക്കട്ടെ കുട്ടി. അത് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് ഫിലുവിനെ സർപ്രൈസൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ ഇവിടുന്ന് ഇവിടെ ഷിക്കാഗോയിൽ 2 ദിവസം ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഹോട്ടലിൽ റൂം എടുത്ത് ഫ്രഷായി ഞങ്ങൾ കുറച്ച് അലിഷുവിനെ കഴിക്കാനുള്ള പാപ്പ് മേടിക്കാനും സ്നഗ്ഗി, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ, അപ്പോൾ സ്നഗ്ഗി അധികം കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ട്രാവൽ ചെയ്യാനുള്ള സ്നഗ്ഗി മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി വാൾമാർട്ടിൽ വന്നിരിക്കുകയാണ്. ഫിലു വാൾമാർട്ടിൽ കിടന്ന് അലഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ അവരുടെ ഫസ്റ്റ് ഡേ. നമ്മളിനി ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകണം, ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പുറത്തൊക്കെ പോകാന്നുള്ള പരിപാടിയാണ്. എനിവേ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ, കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വാൾമാർട്ടിൽ വന്നത്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ അങ്ങോട്ട് ഇനി നമ്മുടെ അലിഷ ബേബി കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് നേരെ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.